Hi students, today we will learn a new topic, trigonometric equations. You already know about quadratic equations. Quadratic equations are of the form ax square plus bx plus c equal to 0, and you know that its solution is given by x is equal to negative b plus or minus root of b square minus 4ac whole divided by 2a. Now we will see the definition of trigonometric equations. Equations involving trigonometric functions of a variable are called trigonometric equations. Trigonometric functions ഉള്ള equationsനെയാണ് നമ്മൾ trigonometric equations എന്ന് പറയുക. In this section we shall find the solutions of such equations. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്കറിയാം എങ്ങനെ കാണാമെന്ന്. അതേപോലെ ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് വിച്ച് സാറ്റിസ്ഫൈസ് ദാറ്റ് ഇക്വേഷൻ. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ സൊല്യൂഷൻ. ദർ ആർ ടു ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്, പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആൻഡ് ജനറൽ സൊല്യൂഷൻ. സൊല്യൂഷൻ ഓഫ് എ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് which are between 0 and 2 pi including 0 are called principal solutions. The solutions of a trigonometric equations for which 0 less than or equal to x less than 2 pi are called principal solution. ഇനി ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ n ഉള്ള ഇൻറ്റിജർ ഉണ്ടാവും. The expression involving integer n which gives all solutions of a trigonometric equation is called the general solution. General solutionൽ n എന്ന് പറയുന്ന ഇൻറ്റിജർ ഉണ്ടായിരിക്കും. n-ന് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് സൊല്യൂഷനാണുള്ളത്, പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് എക്സ് വിച്ച് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 2 പൈ ഇൻക്ലൂഡിങ് 0. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ n ഉള്ള സൊല്യൂഷനാണ് ജനറൽ സൊല്യൂഷൻ. ഒരു എക്സാമ്പിൾ പറയാം. സൈൻ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതൊരു ട്രിഗണോമെട്രിക് ഇക്വേഷനാണ്. അതിൽ എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കാം ഇല്ലേ. സൈൻ 0 ആയ കാരണം എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കാം. അതേപോലെ സൈൻ പൈ 0 ആണ്, അപ്പോൾ പൈയും അതിൻ്റെ ഒരു സൊല്യൂഷനാണ്. സൈൻ 2 പൈ 0 ആണ്, അപ്പോൾ 2 പൈയും അതിൻ്റെ ഒരു സൊല്യൂഷനാണ്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 0യും പയ്യേ വരുള്ളൂ. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു എൻ പൈ എന്ന് എഴുതാം. കാരണം നമുക്കറിയാം പൈയുടെ ഏത് മൾട്ടിപ്പിൾ എടുത്താലും സൈൻ എൻ പൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഇസ് 0 ആൻഡ് പൈ. ജനറൽ സൊല്യൂഷൻ ഇസ് എക്സ് ഈക്വൽ ടു എൻ പൈ where n element of z. Now we will do some problems finding principal solutions. Example 18. Find the principal solutions of the equation sin x equal to root 3 by 2. അപ്പോൾ നമ്മൾ ചെയ്യണ മെത്തേഡ് ഇതാണ്. നമുക്കറിയാം സൈൻ 60 ആണ് റൂട്ട് 3 ബൈ 2 എന്ന്. ഇവിടെ സൈൻ എക്സ് ഈക്വൽ ടു റൂട്ട് 3 ബൈ 2ൽ റൈറ്റ് സൈഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് വരുന്നത് ഏതൊക്കെ ക്വാഡ്രൻ്റാണെന്ന് നോക്കുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റും സെക്കൻഡ് ക്വാഡ്രൻറ്റും ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷൻ പൈ ബൈ 3 ആണ്. ഇനി മറ്റേത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ആംഗിളാണ് വരേണ്ടത്. തേർഡ് ക്വാഡ്രൻറ്റിലും ഫോർത്ത് ക്വാഡ്രൻറ്റിലും ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവാണ് വരിക. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കിട്ടിയ ആംഗിൾ പൈ ബൈ 3 ആണല്ലോ. സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ കിട്ടാൻ പൈ ബൈ 3 പൈ എന്ന് മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് പൈ മൈനസ് പൈ ബൈ 3. പൈ മൈനസ് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 2 പൈ ബൈ 3 ആണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം. We know sin pi by 3 equal to root 3 by 2 and sin 2 pi by 3 equal to sin pi minus pi by 3 equal to root 3 by 2. Therefore, principal solutions are x equal to pi by 3 and 2 pi by 3. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. സൈൻ എക്സ് ഈക്വൽ ടു പോസിറ്റീവ് റൂട്ട് 3 ബൈ 2 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈൻ വരുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ റൂട്ട് 3 ബൈ 2 വരുന്ന ആംഗിൾ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ പൈ ബൈ 3 എന്ന് കിട്ടും. പിന്നെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ കാണാൻ പൈ മൈനസ് പൈ ബൈ 3 ചെയ്താൽ മതി. പൈ മൈനസ് പൈ ബൈ 3 എന്ന് പറയുമ്പോൾ 2 പൈ ബൈ 3 ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ പൈ ബൈ 3 ആൻഡ് 2 പൈ ബൈ 3. Next example 19. Find the principal solutions of the equation tan x equal to negative 1 by root 3.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഇവിടെ ടാൻ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടാൻ നെഗറ്റീവ് ആവണത് എവിടെയൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക. ടാൻ നെഗറ്റീവ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലും ഫോർത്ത് ക്വാഡ്രൻറ്റിലുമാണ്. അപ്പോൾ ആ രണ്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ കണ്ടുപിടിക്കുക. അതായത് ടാൻ എക്സ് പോസിറ്റീവ് 1/√3 ആണെങ്കിൽ ഏതായിരിക്കും ആംഗിൾ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് ടാൻ π/6 ആണല്ലോ, കാരണം ടാൻ 30 ആണ് 1/√3 എന്ന് വരിക. അപ്പോൾ ടാൻ π/6 ആണ് 1/√3. അത് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലെയും ഫോർത്ത് ക്വാഡ്രൻറ്റിലെയും ആംഗിൾസ് കണ്ടുപിടിക്കാൻ. സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? π - π/6 ചെയ്താൽ മതി. π - π/6 എന്ന് പറഞ്ഞാൽ 5π/6 ആണ്. ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. 2π π/6 മൈനസ് ചെയ്യുക. 2π - π/6 എന്ന് പറഞ്ഞാൽ 11π/6 ആണ്. Therefore principal solutions are 5π/6 and 11π/6. സ്റ്റെപ്പ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. വി നോ ദാറ്റ് ടാൻ π/6 ഈക്വൽ ടു 1/√3. Therefore tan π - π/6 ഈക്വൽ ടു -1/√3 ആൻഡ് ടാൻ 2π - π/6 ഈക്വൽ ടു -1/√3. പിന്നെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് എഴുതിയാൽ മതി. ടാൻ 5π/6 ഈക്വൽ ടു -1/√3 ആൻഡ് ടാൻ 11π/6 ഈക്വൽ ടു -1/√3. Therefore principal solutions are 5π/6 and 11π/6. ഇനി നമ്മൾ ജനറൽ സൊല്യൂഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ രണ്ട് ജനറൽ സൊല്യൂഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സൈൻ എക്സ് ഈക്വൽ ടു 0ൻ്റെ ജനറൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു nπ വേർ n എലമെൻറ്റ് ഓഫ് സെഡ്. അടുത്തത് കോസ് എക്സ് ഈക്വൽ ടു 0ൻ്റെ ജനറൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 2n + 1 × π/2 വേർ n എലമെൻറ്റ് ഓഫ് സെഡ്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണല്ലോ, ഗ്രാഫൊക്കെ വരച്ചപ്പോൾ പഠിച്ചതാണ്. സൈൻ എക്സ് 0 ആവണ കേസ് ഏതാ? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ. അപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു nπ വേർ n എലമെൻറ്റ് ഓഫ് സെഡ് എന്ന് എഴുതാം. അതേപോലെ കോസ് എക്സ് 0 ആവണ കേസ് എക്സ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 ആകുമ്പോഴാണ്. ദാറ്റ് ഈസ് ജനറൽ സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു 2n + 1 × π/2 വേർ n എലമെൻറ്റ് ഓഫ് സെഡ്. ഇതിൻ്റെ കൂടെ ഒരു ഇക്വേഷനും അതിൻ്റെ ജനറൽ സൊല്യൂഷനും കൂടി എഴുതി വയ്ക്കുക. ദാറ്റ് ഈസ് ടാൻ എക്സ് ഈക്വൽ ടു 0. ടാൻ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം സൈൻ എക്സ് ഈക്വൽ ടു 0 എന്ന്. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു 0ൻ്റെ ജനറൽ സൊല്യൂഷൻ തന്നെയാണ് ടാൻ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ അതും കൂടി എഴുതി വയ്ക്കുക. ടാൻ എക്സ് ഈക്വൽ ടു 0 ഗീവ്സ് എക്സ് ഈക്വൽ ടു nπ വേർ n എലമെൻറ്റ് ഓഫ് സെഡ്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ പഠിക്കുന്നതിൽ ആദ്യത്തെ മൂന്നെണ്ണമാണിത്. സൈൻ എക്സ് ഈക്വൽ ടു 0ൻ്റെ ജനറൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു nπ, കോസ് എക്സ് ഈക്വൽ ടു 0ൻ്റെ ജനറൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 2n + 1 × π/2, ടാൻ എക്സ് ഈക്വൽ ടു 0ൻ്റെ ജനറൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു nπ. ഇതിൽ മൂന്നെണ്ണത്തിലും n എലമെൻറ്റ് ഓഫ് സെഡും കൂടി എഴുതണം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോണത് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ ഫോമിലുള്ള ട്രിഗണോമെട്രിക് ഇക്വേഷൻസിൻ്റെ ജനറൽ സൊല്യൂഷനാണ്. അത് തിയറമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തിയറം 1, ഫോർ എനി റിയൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു nπ പ്ലസ് -1 ഹോൾ റേസ് ടു n × y വേർ n എലമെൻറ്റ് ഓഫ് സെഡ്. ഇപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന് പറഞ്ഞ ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനാണ് എക്സ് ഈക്വൽ ടു nπ പ്ലസ് -1 ഹോൾ റേസ് ടു n × y വേർ n എലമെൻറ്റ് ഓഫ് സെഡ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഇതാണ്, സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ. ഇനി നമ്മളതിനെ സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഈക്വൽ ടു 0 എന്ന് എഴുതണം. ലെഫ്റ്റ് സൈഡിൽ സി ഡി ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 cos x + y/2 × sin x - y/2 ഈക്വൽ ടു 0. ഇനി ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഫാക്ടറും 0 കൊടുത്താൽ മതി. അതിൽ 2 എന്തായാലും 0 അല്ല. അപ്പോൾ cos x + y/2 ഈക്വൽ ടു 0 കൊടുക്കാം, ഓർ sin x - y/2 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇനി അതിൽ ഓരോന്നും എടുത്ത് ചെയ്യാം. cos x + y/2 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? x + y/2 ഈക്വൽ ടു 2n + 1 × π/2 എന്ന് എഴുതാം. അതിൽ /2 രണ്ട് ഭാഗത്തും വരുന്നുണ്ട്. അപ്പോൾ ആ 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ x + y ഈക്വൽ ടു 2n + 1 × π എന്ന് വരും. ഇനി അതിൽ നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ലെഫ്റ്റിൽ y റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. Therefore x is equal to 2n + 1 × π - y.
അപ്പോൾ ഇതിനെ നമുക്ക് എക്സ് ഈക്വൽ ടു 2n+1 ഇൻറ്റു പൈ പ്ലസ് -1 ഇൻറ്റു വൈ എന്ന് എഴുതാം. കാരണം -1 റേസ് ടു ഓഡ് നമ്പർ എന്ന് വരുമ്പോൾ നെഗറ്റീവാണ് വരിക. അപ്പോൾ എക്സ് ഈക്വൽ ടു 2n+1 ഇൻറ്റു പൈ മൈനസ് വൈനെ നമുക്ക് എക്സ് ഈക്വൽ ടു 2n+1 ഇൻറ്റു പൈ പ്ലസ് -1 റേസ് ടു 2n+1 ഇൻറ്റു വൈ എന്ന് എഴുതാം. ഇനി അതുപോലെ അടുത്തത് എടുക്കുകയാണ്. sin x മൈനസ് വൈ ബൈ 2 ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് എക്സ് മൈനസ് വൈ ബൈ 2 ഈക്വൽ ടു n പൈ. അതിൽ നിന്ന് 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2n പൈ എന്ന് വരും. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 2n പൈ പ്ലസ് വൈ. ഇവിടെ അതെ നമുക്ക് എക്സ് ഈക്വൽ ടു 2n പൈ പ്ലസ് വൈയുടെ മുമ്പ് -1 റേസ് ടു 2n എന്ന് എഴുതാം. കാരണം -1 റേസ് ടു ഈവൺ നമ്പർ എന്ന് വരുമ്പോൾ പ്ലസ് തന്നെയാണ് വരിക. അപ്പോൾ എക്സ് ഈക്വൽ ടു 2n പൈ പ്ലസ് -1 റേസ് ടു 2n ഇൻറ്റു വൈ എന്ന് എഴുതാം. ഇനി നേരത്തെ കിട്ടിയതും ഇപ്പോൾ കിട്ടിയതും കൂടി കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഈക്വൽ ടു n പൈ പ്ലസ് -1 റേസ് ടു n ഇൻറ്റു വൈ വേറെ n എലമെൻറ്റ് ഓഫ് സെഡ് എന്ന് എഴുതാം. കാരണം നമുക്ക് ഓഡ് മൾട്ടിപ്പിൾ വെച്ചിട്ടുള്ളതും കിട്ടിയിട്ടുണ്ട്, ഈവൺ മൾട്ടിപ്പിൾ വെച്ചിട്ടുള്ളതും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും കൂടി ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ n പൈ പ്ലസ് -1 റേസ് ടു n ഇൻറ്റു വൈ എന്ന് എഴുതാം. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന് പറഞ്ഞ ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനാണ് എക്സ് ഈക്വൽ ടു n പൈ പ്ലസ് -1 റേസ് ടു n ഇൻറ്റു വൈ വേറെ n എലമെൻറ്റ് ഓഫ് സെഡ്. ഇത് ഈ ജനറൽ സൊല്യൂഷൻ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. ഡെറിവേഷൻ അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ ഡിറൈവ് ചെയ്തത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ജനറൽ സൊല്യൂഷൻ തെറ്റിക്കാതെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് വി വിൽ സീ ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ cos x ഈക്വൽ ടു cos y. അതാണ് തിയറം 2. For any real numbers x and y, cos x equal to cos y implies x equal to 2n pi plus or minus y where n element of z. എങ്ങനെയാണ് ഈ ജനറൽ സൊല്യൂഷൻ വരണേന്ന് നോക്കാം. Given equation is cos x equal to cos y. Then we can write it as cos x minus cos y equal to 0. Now applying CD formula we get -2 sin x plus y by 2 into sin x minus y by 2 equal to 0. ഈ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ അതിൽ ഓരോന്നും 0 കൊടുക്കാം. അതിൽ -2 0 അല്ല. അപ്പോൾ sin x plus y by 2 equal to 0 or sin x minus y by 2 equal to 0. ഇനി അതിൽ ആദ്യത്തെ എടുക്കുകയാണെങ്കിൽ sin x plus y by 2 equal to 0 എടുത്താൽ നമുക്ക് എന്തെഴുതാം? x plus y by 2 equal to n pi. Therefore x plus y equal to 2n pi. Therefore x equal to 2n pi minus y. ഇനി അടുത്തത് മറ്റേതെടുക്കാം. sin x minus y by 2 equal to 0 എടുത്തു കഴിഞ്ഞാൽ we can write x minus y by 2 equal to n pi. That is x minus y equal to 2n pi. Therefore x equal to 2n pi plus y. അപ്പോൾ നമുക്ക് x equal to 2n pi minus y ഉണ്ട്, x equal to 2n pi plus y ഉണ്ട്. അത് രണ്ടും കമ്പൈൻ ചെയ്ത് എങ്ങനെ എഴുതിയാൽ മതി? x equal to 2n pi plus or minus y where n element of z. ഇതാണ് cos x equal to cos yയുടെ ജനറൽ സൊല്യൂഷൻ. x equal to 2n pi plus or minus y where n element of z. Now we will see the general solution of the trigonometric equation tan x equal to tan y. That is theorem 3. If x and y are not odd multiple of pi by 2, then tan x equal to tan y implies x equal to n pi plus y where n element of z. അപ്പോൾ tan x equal to tan yയുടെ ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ് വരണതെന്ന് കണ്ടുപിടിക്കാം. tan x equal to tan y എന്നുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം tan x മൈനസ് tan y ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി tan xന് sin x ബൈ cos x എന്നും tan yക്ക് sin y ബൈ cos y എന്നും എഴുതിയിട്ട് LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് sin x cos y മൈനസ് cos x sin y ഹോൾ ഡിവൈഡഡ് ബൈ cos x cos y ഈക്വൽ ടു 0. ഇനി ഇത് 0 ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ 0 കൊടുത്താൽ മതി. ന്യൂമറേറ്റർ sin x cos y മൈനസ് cos x sin y എന്ന് പറഞ്ഞാൽ അത് sin x മൈനസ് y ആണ്. Thus we get sin x minus y equal to 0. Therefore we can write x minus y equal to n pi. That is x is equal to n pi plus y where n element of z. ഇതാണ് tan x equal to tan yയുടെ ജനറൽ സൊല്യൂഷൻ.
ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈയുടെ ജനറൽ സൊല്യൂഷനാണ് എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ വേർ എൻ എലമെൻറ്റ് ഓഫ് സെഡ്. അപ്പോൾ 3 ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെയാണ് ജനറൽ സൊല്യൂഷൻ തിയറമായിട്ട് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത്. സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈയുടെ ജനറൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1 ഹോൾ റേസ് ടു എൻ ഇൻറ്റു വൈ വേർ എൻ എലമെൻറ്റ് ഓഫ് സെഡ്. കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈയുടെ ജനറൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് വൈ വേർ എൻ എലമെൻറ്റ് ഓഫ് സെഡ്. ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈയുടെ ജനറൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ വേർ എൻ എലമെൻറ്റ് ഓഫ് സെഡ്. ഇത് 3ഉം കാണാതെ പഠിച്ചു വയ്ക്കണം കേട്ടോ. Now we will do some problems. Example 20. Find the solution of sin x equal to -√3/2. ഇവിടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ സൊല്യൂഷനാണ് കാണേണ്ടത്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണെങ്കിൽ അത് എടുത്ത് പറയും. അപ്പോൾ ഇവിടെ sin x ഈക്വൽ ടു -√3/2നെ നമുക്ക് sin x ഈക്വൽ ടു sin y ഫോമിൽ എഴുതണം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇതാണ്. +√3/2 ആണെങ്കിൽ അത് sin π/3 ആണ്. sin π/3 ആണ് +√3/2. അപ്പോൾ ഇവിടെ -√3/2 ആയ കാരണം നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് വരുന്നത് തേർഡ് ക്വാഡ്രൻറ്റിലാണല്ലോ. അപ്പോൾ π + π/3 എന്നാക്കിയാൽ മതി ആംഗിൾ. π + π/3 എന്ന് പറഞ്ഞാൽ 4π/3 ആണ്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷന് sin x ഈക്വൽ ടു sin 4π/3 എന്ന് എഴുതാം. മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പോസിറ്റീവ് ആണെങ്കിൽ sin π/3 ആണ് √3/2. അപ്പോൾ നെഗറ്റീവ് ആവുമ്പോൾ സൈൻ നെഗറ്റീവ് ആവുന്നത് തേർഡ് ക്വാഡ്രൻറ്റിലും ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ആംഗിൾ എടുക്കാൻ വേണ്ടി തേർഡ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ കണ്ടുപിടിക്കുക. തേർഡ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ കാണാൻ പൈയുടെ കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ π + π/3 ആണ് ആംഗിൾ എടുക്കേണ്ടത്. അപ്പോൾ 4π/3 എന്ന് കിട്ടും. അപ്പോൾ തന്നിട്ടുള്ള ഇക്വേഷന് sin x ഈക്വൽ ടു sin 4π/3 എന്ന് എഴുതാം. അപ്പോൾ sin x ഈക്വൽ ടു sin y ഫോമായി. നമുക്കറിയാം ജനറൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1 ഹോൾ റേസ് ടു എൻ ഇൻറ്റു വൈ ആണെന്ന്. ദർഫോർ ഹിയർ ജനറൽ സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1 ഹോൾ റേസ് ടു എൻ ഇൻറ്റു 4π/3 വേർ എൻ എലമെൻറ്റ് ഓഫ് സെഡ്. നെക്സ്റ്റ് എക്സാമ്പിൾ 21. സോൾവ് കോസ് എക്സ് ഈക്വൽ ടു ഹാഫ്. അപ്പോൾ നമുക്ക് കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ഫോമിൽ എഴുതണം അതിനെ. അപ്പോൾ ഹാഫ് എന്ന് പറഞ്ഞാൽ കോസ് π/3 ആണ്. അറിയാലോ, കോസ് 60 ആണ് ഹാഫ് വരിക. അപ്പോൾ നമുക്കിതിനെ കോസ് എക്സ് ഈക്വൽ ടു കോസ് π/3 എന്ന് എഴുതാം. അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ഫോമായി. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് വൈ ആണ്. ദർഫോർ ഹിയർ ജനറൽ സൊല്യൂഷൻ ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് π/3 വേർ എൻ എലമെൻറ്റ് ഓഫ് സെഡ്. നെക്സ്റ്റ് എക്സാമ്പിൾ 22. സോൾവ് tan 2x ഈക്വൽ ടു നെഗറ്റീവ് കോട്ട് എക്സ് പ്ലസ് π/3. നമുക്ക് tan x ഈക്വൽ ടു tan y ഫോമുല ആയാലാണ് നമ്മൾ പഠിച്ച ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റൈറ്റ് സൈഡ് tan y ആക്കി എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? നെഗറ്റീവ് കോട്ട് എക്സ് പ്ലസ് π/3 വരണമെന്നുണ്ടെങ്കിൽ tan π/2 പ്ലസ് എന്ന് എഴുതണം, വേണ്ടേ? എന്നാലാണ് സെക്കൻഡ് ക്വാർട്ടറിൽ ടാൻ നെഗറ്റീവ് ആയ കാരണം നെഗറ്റീവ് സിമ്പിൾ വരും. പിന്നെ π/2 വന്ന കാരണം ടാൻ മാറ്റി അതിൻ്റെ കോഫങ്ഷൻ ആക്കി എഴുതണം. അപ്പോൾ നെഗറ്റീവ് കോട്ട് എക്സ് പ്ലസ് π/3 വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ടാൻ π/2 പ്ലസ് എക്സ് പ്ലസ് π/3 എന്ന് എഴുതണം. അപ്പോൾ tan 2x ഈക്വൽ ടു ടാൻ π/2 പ്ലസ് എക്സ് പ്ലസ് π/3 എന്ന് എഴുതുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് tan 2x ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് 5π/6 എന്ന് കിട്ടും. π/2ഉം π/3 ആഡ് ചെയ്യുമ്പോൾ 5π/6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2x will be equal to n pi plus x plus 5π/6. കാരണം tan x ഈക്വൽ ടു tan വൈയുടെ ജനറൽ സൊല്യൂഷൻ x ഈക്വൽ ടു n പൈ പ്ലസ് വൈ എന്നാണ്. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ 2x, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2x എഴുതുക. റൈറ്റ് സൈഡിൽ n പൈ പ്ലസ് വൈയുടെ പ്ലേസിൽ x പ്ലസ് 5π/6 എന്ന് എഴുതുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു x ഉണ്ട്, അത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ 2x മൈനസ് x എന്ന് വരും. ദാറ്റ് ഈസ് x ഇസ് ഈക്വൽ ടു n പൈ പ്ലസ് 5π/6 വേർ n എലമെൻറ്റ് ഓഫ് സെഡ്. ഇതാണ് ജനറൽ സൊല്യൂഷൻ. നെക്സ്റ്റ് എക്സാമ്പിൾ 23. സോൾവ് sin 2x മൈനസ് sin 4x പ്ലസ് sin 6x ഈക്വൽ ടു 0. ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ സി ഡി ഫോമുലയാണ് അപ്ലൈ ചെയ്യുക. സി ഡി ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ 2 ടേംസാണ് ഒരുമിച്ച് എടുക്കേണ്ടത്. അപ്പോൾ ഏത് ടേംസാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം.
നമുക്കറിയാം ഇവിടെ സൈൻ 6x സൈൻ 2x ഒരുമിച്ച് എടുക്കുകയായിരിക്കും നല്ലത്. എന്നിട്ട് സി ഡി ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ 4x അതിൽ കോമൺ ടേം ആയിട്ട് എടുത്തിട്ട് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരു പ്രോബ്ലത്തിൽ. അപ്പോൾ നമുക്കിതിനെ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ 6x പ്ലസ് സൈൻ 2x മൈനസ് സൈൻ 4x ഈക്വൽ ടു 0. ഇനി ആദ്യത്തെ രണ്ട് ടേമിന് സി ഡി ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 2 sin 6x plus 2x by 2 into cos 6x minus 2x by 2 എന്ന് വരും. That is 2 sin 4x into cos 2x minus sin 4x equal to 0. ഇനി sin 4x രണ്ടിലും കോമൺ ആണ്, അത് ഔട്ട് സൈഡ് എടുത്താൽ sin 4x into 2 cos 2x minus 1 equal to 0. ഇനി ഈ പ്രോഡക്റ്റ് 0 ആണെന്നുണ്ടെങ്കിൽ either sin 4x equal to 0 or 2 cos 2x minus 1 equal to 0. sin 4x equal to 0 നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 4x equal to n pi എഴുതാൻ പറ്റും. therefore x is equal to n pi by 4. ഇനി 2 cos 2x minus 1 equal to 0 എടുത്താൽ നമുക്ക് 2 cos 2x equal to 1 എഴുതാം. that is cos 2x equal to 1 by 2 എന്ന് എഴുതാം. ഇനി cos x equal to cos y ഫോമിൽ എഴുതാൻ 1 by 2നെ cos pi by 3 എന്ന് എഴുതാം. Thus we have cos 2x equal to cos pi by 3. Therefore 2x equal to 2n pi plus or minus pi by 3. Therefore x is equal to half of 2n pi plus or minus pi by 3 എന്ന് കിട്ടും. That is n pi plus or minus pi by 6. Therefore general solution is x equal to n pi by 4 or x equal to n pi plus or minus pi by 6 where n element of Z. Next example 24. Solve 2 cos square x plus 3 sin x equal to 0. ഇവിടെ നമ്മൾ ചെയ്യുന്നത് cos square xന് 1 minus sin square x എന്നുള്ള ഫോമുല കൊടുത്തിട്ട് ഇതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കുകയാണ്. അപ്പോൾ 2 into 1 minus sin square x plus 3 sin x equal to 0 എന്ന് വരും. ദാറ്റ് ഈസ് ബ്രാക്കറ്റ് മാറ്റുക 2 minus 2 sin square x plus 3 sin x equal to 0 എന്ന് എഴുതി. ഇനി സൈൻ സ്ക്വയർ എക്സിൻ്റെ ടേമാണ് ആദ്യം വരേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം എല്ലാ ടേംസും. ദെൻ വി ഗെറ്റ് 2 sin square x minus 3 sin x minus 2 equal to 0. ഇനി ഇത് നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണ പോലെ x equal to negative b plus or minus root of b square minus 4ac divided by 2a വെച്ചിട്ട് സൈൻ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്തിട്ടായാലും ചെയ്യാം. ഫാക്ടറൈസ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റേ ഫോമിൽ വെച്ച് ചെയ്യാം. അപ്പോൾ സൈൻ എക്സിന് രണ്ട് വാല്യൂ കിട്ടും. -1 by 2ഉം 2ഉം. അതിൽ സൈൻ എക്സ് ഈക്വൽ ടു 2 ഈസ് നോട്ട് പോസിബിൾ. കാരണം നമുക്കറിയാം മാക്സിമം 1 വരെ സൈൻ എക്സിന് വാല്യൂ വരുള്ളൂ. therefore സൈൻ എക്സ് ഈക്വൽ ടു -1/2. ഇനി സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ ഫോമിലാക്കാൻ -1/2നെ നമ്മൾ എങ്ങനെ എഴുതണം? സൈൻ pi plus pi by 6 എന്ന് എഴുതാം. ദാറ്റ് ഈസ് സൈൻ 7 pi by 6. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ 7 pi by 6 എന്ന് കിട്ടി. therefore general solution is x is equal to n pi plus -1 whole raised to n into 7 pi by 6 where n element of Z. That's all for today. Study all the problems. Thank you.